കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൊണ്ടുവന്നിട്ടുണ്ട് മോളെ, പിടിച്ചുകെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് നീ പറഞ്ഞു. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ഇവന്റെ കഴുത്തങ്ങർത്തേക്കട്ടെ. അത് വേണ്ടമ്മേ, അവനെ എന്റെ കൈ കൊണ്ട് നരകിപ്പിച്ച് ഇഞ്ചി ഇഞ്ചായി കൊല്ലണം. എന്നാ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നീ വന്നിട്ട് ദേഷ്യം തീരുവോളം തല്ലി ചതച്ചു കൊന്നു. ഓക്കേ മോം. എടാ, എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ജീവിച്ചിരുന്നാലല്ല, മരിച്ചാലാ പ്രശ്നം. ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോസൊക്കെ മോർഫ് ചെയ്താണെന്ന് പറഞ്ഞ് എന്റെ സ്നേഹത്തെ അവള് പരിഹസിച്ച് തള്ളിയത്. അതിനേക്കാളും ഉറപ്പുള്ളൊരു തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോ. എന്റെ ബർത്ത്ഡേ അന്ന് ഞങ്ങൾ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്ത് ഐ ലവ് യു എന്നും പറഞ്ഞ് പരസ്പരം ഉമ്മയും വെച്ചിട്ടുണ്ട്. എനിക്ക് വല്ലതും പറ്റിയ അടുത്ത നിമിഷം ആ വീഡിയോ ദശരഥ രാമവർമ്മയുടെ കൈകളിലെത്തും. ഡാ, നീ ഇത് ചുമ്മാ പറഞ്ഞല്ലേ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ അവിടെ തന്നെ കാണിച്ചേനല്ലോ. കാണിക്കാമായിരുന്നു, പക്ഷെ അതിപ്പോ എന്റെ കയ്യിലില്ല. എന്റെ ഫ്രണ്ടിന്റെ കമ്പ്യൂട്ടറിലാ ഞാൻ സേവ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം അവിടെ വെച്ച് തന്നെ എനിക്ക് പറയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞില്ല? അവിടെ വെച്ച് ഞാനത് പറഞ്ഞ അപ്പൊ തന്നെ അവരെന്നെ പിടിച്ച് പുറത്താക്കിയേനെ. പക്ഷെ അത് കല്യാണം കഴിഞ്ഞെത്തിച്ച കാര്യം ഡിവോഴ്സ് വരെ എത്തിക്കോളും. എന്റെ പ്രണയത്തെ പരിഹസിച്ചവള് ഭർത്താവിനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കരുത്. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തേക്കാം. ഡാ, ഇവന്റെ കഴുത്ത് അറുത്തിട്ടാണെങ്കിലും ആ ഫ്രണ്ട് ആരാണെന്നും ആ വീഡിയോ എവിടെയാ ഉള്ളതെന്നും തപ്പണം. തപ്പി കണ്ടെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരണം. ആയിക്കോട്ടെ മാഡം. ഇവനെ പിടിച്ചോണ്ട് പോയി കെട്ടിയിട്. ഡാ സുമേഷേ, പറഞ്ഞു മാഡം. ആ ദശരഥ രാമവർമ്മയുടെ വീടിന് മുന്നിലും ഗസ്റ്റ് ഹൗസിനടുത്തും കല്യാണ പന്തലിലും നമ്മുടെ പിള്ളേരോട് 24 മണിക്കൂറും കാവല് നിൽക്കാൻ പറയണം. ഏത് സമയത്തും. ആ ശാന്താദേവി അവള് ദശരഥ രാമവർമ്മയെ കാണാൻ വേണ്ടി കൊട്ടാരം വീട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്റെ മകളുടെ കല്യാണം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടക്കണം. ആയിക്കോട്ടെ മാഡം.
ആടിപ്പാടി അങ്ങ് തകർക്കുകയാണല്ലോ. എന്താ നീ വലിയ ഉത്സാഹത്തിലാണല്ലോ, എന്താണ് കാര്യം? കല്യാണ വീടല്ലേ ഏട്ടാ, ഇത്രയെങ്കിലും ഉത്സാഹമൊക്കെ കാണിക്കണ്ടേ? കല്യാണം ഇവിടെ നടക്കുന്നോണ്ടാണോ അതോ അത് നീ നിന്റെ വഴിക്ക് മുടക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ? ആ മാളവികയെ അക്വറിയത്തിൽ മുക്കിയത് നീയല്ലേ? ഡേവിഡിന് ഈ കല്യാണം മുടങ്ങണമെന്ന് തന്നെയല്ലേ ആഗ്രഹിക്കുന്നേ? വേണ്ടാത്ത പ്രാന്തൊന്നും കാണിക്കല്ലേ. വൈദേഹിയുടെ പ്രേതമാണെന്നും പറഞ്ഞ് നീയല്ലേ ഇവരെയൊക്കെ പേടിപ്പിക്കുന്നേ? അതെങ്ങനെ? വൈദേഹി ശരിക്കും വന്നിട്ടുണ്ടെന്ന് ഡേവിഡൻ തന്നെയല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനിപ്പ എന്നെ പറയുന്നേ? ഞാനെന്തിനാ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞെന്ന് നിനക്കറിയാം. പക്ഷെ നിന്റെ ഈ അതിബുദ്ധി എന്റെ അടുത്ത് ചെലവാവില്ലേ? ഇതുവരെ എന്റെ മുഴുവൻ ബുദ്ധിയും ദേവേട്ടന് അറിഞ്ഞിട്ടില്ലാത്തോണ്ടോ? ഓഹോ, അത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടോ നിനക്ക്? നിക്കട്ടെ, നമുക്കൊരു ചെറിയ പന്തയം വെച്ചാലോ? ഞാൻ ജയിച്ചാ ഞാൻ ബുദ്ധിമതി, ദേവേട്ടൻ ജയിച്ചാ ദേവേട്ടൻ ബുദ്ധിമാൻ. വൈദേഹിയാന്നും പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് വലിയ ബുദ്ധിമതിയാണെന്ന് വിചാരിച്ച് നടക്കല്ലേ നീ? ആ ചിന്ത ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം. പന്തയം എന്താണെന്ന് പറ. പറയട്ടെ, ഞാൻ ചെയ്യുന്നതൊക്കെ അതേപോലെ ചെയ്യണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തോറ്റുപോയതുപോലെയാ. ശരി, നോക്കാം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണെന്നും. ആയിക്കോട്ടെ, തുടങ്ങാം. നോക്കാലോ? എന്നാലേ റെഡി ആയിക്കോ. എന്ന കാര്യം അതേപോലെ ദേവേട്ടനും ചെയ്ത് കാണിച്ചാ മതി. ദേവേട്ടൻ ബുദ്ധിമാനാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനാണ് ബുദ്ധിമതി എന്ന് സമ്മതിച്ചു തരണം. വൈദേഹി, വൈദേഹി, വൈദേഹി.
അയ്യോ. ഏയ്, ഏയ്, ദേവേട്ടാ, എന്താ ദേവേട്ടാ, ദേവേട്ടാ, ഞാൻ വൈദേഹിയാണെന്നോ? അമ്മേ, വൈദേഹിയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ബുദ്ധിമതിയാണെന്ന് തെളിയിക്കാൻ നോക്കാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ദേ ദേവേട്ടൻ തന്നെ ഞാൻ വൈദേഹിയാണെന്ന് വിശ്വസിച്ചില്ലേ? എന്ന് വെച്ചാ എന്താ അർത്ഥം? എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ദേവേട്ടൻ സമ്മതിച്ചു എന്നല്ലേ? ഹേയ്, വൈദേഹി എന്നോടൊപ്പം ഇങ്ങനെ കളിക്കാറുള്ളതാ. ഇത് നിനക്ക് എങ്ങനെ അറിയാം? ചോദിച്ചറിഞ്ഞു. വൈദേഹിയാണെന്ന് എല്ലാവരും വിശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലുമൊക്കെ ഞാൻ വൈദേഹിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നീ എന്തിനാ എല്ലാരെയും പേടിപ്പിക്കുന്നേ? വൈദേഹി പ്രേതാണെന്ന് ആരെങ്കിലും പറഞ്ഞ നല്ല തല്ല് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ എന്തിനാ ഈ കളി കളിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? കല്യാണം മുടക്കാൻ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. നീ എന്തിനീ കല്യാണം മുടക്കണം? ഇതുമായിട്ട് നിനക്കെന്താ ബന്ധം? വൈദേഹി നേരിട്ട് വന്ന് ഈ കല്യാണം മുടക്കണമെന്നല്ലേ പറഞ്ഞേ? വൈദേഹി നേരിട്ട് വന്ന് മുടക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതിന് നീ വൈദേഹി അല്ലല്ലോ. ഇതിന്റെ മറുപടി എന്താന്ന് ദേവിയുടെ മനസ്സിനോട് ചോദിക്കും. ഏയ്, നീ വലിയ അതിബുദ്ധി ഒന്നും കാണിക്കാൻ ഇവിടെ നോക്കണ്ട. എന്തിനാ നീ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നേ? ഞാനാടാ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അതെ, ഞാൻ തന്നെ അവളോട് പറഞ്ഞത്. വൈദേഹി വന്ന് കല്യാണം മുടക്കാൻ കാത്തിരിക്കല്ലേ നീ? വന്നാ അത്രയും നല്ല കാര്യം. ഇനി അവക്ക് വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ആണെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? അമ്മയ്ക്ക് വാക്ക് കൊടുത്തതിന്റെ പേരില് മാളവികയുടെ കഴുത്തിൽ താലി കിട്ടുമോ? അതുകൊണ്ടാടാ, എങ്ങാനും വൈദേഹിക്ക് വരാൻ പറ്റാതെ ഈ കല്യാണം നടന്നാ പിന്നെ നിന്റെയും വൈദേഹിയുടെയും ജീവിതമായിരിക്കും തകരാൻ പോകുന്നത്. അതുണ്ടാവാതിരിക്കാനാ ഞാൻ തന്നെ അവളോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കല്യാണം മുടക്കാൻ പറഞ്ഞത്. വേണ്ട ഇന്ദു, അവളോട് ഇതിൽ ഇൻവോൾവ് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്റെ വൈദേഹിയെ പോലുള്ള അഭിനയം അങ്ങ് നിർത്തിയേക്ക്. അതെന്തുണ്ടാ? ഞാൻ വൈദേഹിയാണോ എന്നുള്ള സംശയം ദേവേട്ടനെ നീ പേടിപ്പിക്കുന്നു. കൂടുതൽ വർത്താനം പറയല്ലേ. ഇവളുടെ അടുത്ത് എന്തോ മായുണ്ട് ഇന്ദു. ഇന്ദു അവളോട് ഇതൊക്കെ വേണ്ടെന്ന് പറ. പറയാടാ ദേവാ, പക്ഷെ അതിനു മുൻപ് നീ അമ്മയടിക്ക് ചെന്ന് ഈ കല്യാണം എനിക്ക് വേണ്ടെന്ന് പറയണം. അപ്പൊ ഇവളോട് വൈദേഹിയായിട്ട് അഭിനയിക്കണ്ടെന്ന് പറയാം. അതെനിക്ക് പറ്റില്ല ഇന്ദു. അപ്പൊ ഇതും പറ്റില്ല. ഇന്ദു എന്നെ ഒന്ന് മനസ്സിലാക്കി ഇന്ദു. വൈദേഹി വന്ന് വേണം ഈ കല്യാണം മുടക്കാൻ. അങ്ങനെയെങ്കിലും എന്റെ വൈദേഹി ഒന്ന് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്ന അന്നേരാ. അത്രേ ഉള്ളൂ? അതോ കല്യാണം മുടങ്ങരുതെന്നാണോ? എടി നിന്നെ എടാ, അവളുടെ കൈ നിന്റെ വേദന. നാവിന് എല്ലില്ലല്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? ഡേയ്, നിക്കടെ അവിടെ. എടാ 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 എടാ, അവിടെ നിക്കടാ അവിടെ. ശ്ശോ, ഈ ചെറുക്കൻ. ആ, എടാ അവിടെ നിക്കാൻ. അവിടെ നിക്കേ, പിടിക്ക്. അവിടെ നിക്കാൻ. അവിടെ നിന്നോ മര്യാദക്ക് പറയുന്നേക്ക്. ദേവാ നിക്ക. നിക്കാനല്ലേ പറഞ്ഞേ? എടാ ഡേയ്, എടാ, എടാ ഇന്ദു മാറ്, നിക്കടാ. മാറ്. വേണ്ടടാ. എന്താണ് ഇന്ദു മാറ്. പറഞ്ഞ കേക്കില്ല ഈ ചെറുക്കൻ. എടാ എടാ വേണ്ടടാ ചെറുക്ക. ഡേയ്,
എടാ ദേവ, എടാ വേണ്ടടാ, എടാ വിട്ടേരടാ, അവിടെ നിൽക്കാൻ. പാവോരെടാ വിട്ടേരടാ അവളെ. എന്താ എന്ത് കാണിക്കുന്നേ? ഇവള് ഞാനൊന്ന് കാണിച്ചു എന്താടാ അവിടെ നിൽക്കാൻ. എടാ മതിയടാ, എനിക്ക് വയ്യ, ഇനി ഇഷ്ടം പോലെ ചെയ്തു. അമ്മേ. ദേവേട്ടന്റെ വൈദേഹിയെ എത്രയും പെട്ടെന്ന് ദേവേട്ടന് കിട്ടും. വിഷമിക്കണ്ട കേട്ടോ. ഹലോ തിരുമേനി, ഞാൻ ദശരഥ രാമവർമ്മയാണ്. ആ നമസ്കാരം. നാളെ ദേവന്റെ കല്യാണമാണല്ലോ. ശിവൻ ഒരു സർവാഭിഷേകം നടത്തേണ്ട ആവശ്യമുണ്ട്. അമ്പലത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ. ആ വളരെ ഉപകാരം. അവിടെ കാണാം. അമ്മാവാ, അമ്മാവാ, എന്താ മോളെ? അമ്മാവാ, എന്നെ രാജഗുരുക്കളുടെ അടുത്ത് കൊണ്ടുപോകുവോ? എന്തിനാ ഗുരുക്കളുടെ അടുത്തേക്ക്? ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എപ്പോ എന്തെവിടെ നടക്കാന്ന് ആർക്കും അറിയില്ല. എവിടെ നിന്ന് എന്താപത്ത വരുന്നെന്ന് പോലും ഒരു പിടിയില്ല. അമ്മായി കാണുന്നില്ലേ, ഒരുത്തൻ കേറി വന്നിട്ട് എന്നോട് പ്രേമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അതിനിടയ്ക്ക് വൈദേഹിയുടെ പ്രേതം വന്ന് എന്റെ പ്രാണൻ എടുക്കാൻ നോക്കി. അതുകൊണ്ട് രാജഗുരുക്കളെ നേരിട്ട് കണ്ട് അവിടുന്ന് ഒരു ഏലസെങ്കിലും വാങ്ങണം.